ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റായ സഞ്ചാരത്തിനിടയിൽ എന്നതിലെ 2ാമത്തെ പാഠമാണ്. വെള്ളിലവള്ളി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതൊരു കവിതയാണ്. അപ്പോൾ ഈ കവിതയും അതിൻ്റെ ആശയവും അതിലെ മറ്റ് ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വെള്ളിലവള്ളി. കമ്മലിനൊക്കും പൂവുകൾ ചാരെ നിർമ്മല വെള്ളപ്പട്ടിലകൾ, ചില്ലകൾ തോറും നൂറുകണക്കിനു നല്ല പതുത്തൊരു പച്ചിലകൾ, വെള്ളിലവള്ളി ഇതെല്ലാം തുള്ളി രസിച്ചു തിമിർക്കുമ്പോൾ ഉള്ളിലസൂയപ്പെട്ടു വാടിക്കുള്ളിലനേകം പൂച്ചെടികൾ, മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറു പൂമ്പാറ്റ, ഏതോഹരമായി വായുവിൽ നീന്തിടുമേതോ ദേവതയെന്നോണം, മഞ്ഞിതിലേക്ക് വിരുന്നു വരുന്നൊരു മഴവില്ലിന്മകൾ എന്നോണം, വരികെന്നവളെ വിളിച്ചു വീശും ചെറു ചില്ലകളാൽ പൂച്ചെടികൾ, അവളോ വെള്ളിലവള്ളിയിലത്രേ അതിലോലം ചെറുകാലൂന്നി, പുളകം പൂണ്ടു വെള്ളിലവല്ലരി പുണ്യത്താലിതു കൈവന്നു, പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെന്തേനും പൂമ്പൊടിയും, വെള്ളിലവള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി വരുന്നീല, മരതകവർണ്ണ പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ, മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറുമുട്ടകളിട്ടു പൂമ്പാറ്റ, ആ ഇലകൾക്കടിഭാഗം മുട്ടകളായിരമായിരമായപ്പോൾ ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കെന്നവൾ പോയി മറവായി. എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, മകരക്കൊയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നുമുള്ളതാണ്. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. പ്രശസ്ത കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അതിമനോഹരമായൊരു കവിതയാണ് വെള്ളിലവള്ളി. ഒരു സുന്ദരിയായ വെള്ളിലവള്ളിയെക്കുറിച്ചുള്ളതാണ് ഈ കവിത. കമ്മൽ പോലെയുള്ള പൂവുകൾക്കടുത്ത് വെളുത്ത പട്ട് പോലുള്ള ഇലകൾ, ചില്ലകൾ തോറും നിറയെ പച്ചിലകൾ, ഇതെല്ലാം കൊണ്ട് ആടി രസിച്ചിരിക്കുന്ന വെള്ളിലവള്ളിയെ കാണുമ്പോൾ പൂച്ചെടികൾക്ക് അസൂയ തോന്നുന്നു. ആ പൂന്തോട്ടത്തിലേക്ക് ഒരിക്കൽ സുന്ദരിയായൊരു പൂമ്പാറ്റ വരുന്നു. വായുവിലൂടെ നീന്തി വരുന്ന ഒരു ദേവതയെപ്പോലെ, ഭൂമിയിലേക്ക് വിരുന്നു വരുന്ന മഴവില്ലിൻ്റെ മകളെപ്പോലെ പതുക്കെ പറന്നു വരുന്ന പൂമ്പാറ്റയെ കാണുമ്പോൾ പൂന്തോട്ടത്തിലെ മറ്റു ചെടികൾ മാടി വിളിക്കുന്നു. എന്നാൽ മറ്റു ചെടികളെയൊന്നും ശ്രദ്ധിക്കാതെ പൂമ്പാറ്റ വെള്ളിലവള്ളിയിൽ ചെന്നിരിക്കുന്നു. പൂമ്പാറ്റയുടെ സാമീപ്യത്താൽ വെള്ളിലവള്ളി പുളകം കൊണ്ടു. പൂമ്പാറ്റ തന്നിൽ വന്നിരുന്നത് ഒരു പുണ്യമായി വെള്ളിലവള്ളിക്ക് തോന്നി. പൂമ്പാറ്റയെ എത്ര ചുംബിച്ചിട്ടും തേനൂട്ടിയിട്ടും വെള്ളിലവള്ളിക്ക് മതി വന്നില്ല. വെള്ളിലവള്ളിയുടെ മരതക നിറമാർന്ന ഇലകൾക്കിടയിലൂടെ പൂമ്പാറ്റ പരതി നടന്നു. ആ ഇലകൾക്കിടയിൽ ആയിരക്കണക്കിന് മുത്തുകണക്കെയുള്ള മുട്ടകളിട്ട് പൂമ്പാറ്റ വെള്ളിലവള്ളിയോട് യാത്ര പറഞ്ഞു. ഇതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി കവിതയിലുള്ള അറിയാത്ത പദങ്ങൾ പരിചയപ്പെടാം. മന്ദമണഞ്ഞു, മെല്ലെ വന്നു. ചേതോഹരം, മനസ്സിനെ അപഹരിക്കുന്നത്. അതിലോലം, വളരെ മൃദുലമായത്. പുളകം, രോമാഞ്ചം. മരതകം, പച്ച നിറത്തിലുള്ള രത്നം. ചിക്കെന്ന്, പെട്ടെന്ന്. വാടി, പൂന്തോട്ടം. വനിക, പൂന്തോട്ടം. മണ്ണ്, ഭൂമി. ചാരെ, അടുത്ത്. വല്ലരി, വള്ളി. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. കണ്ടെത്താം, എഴുതാം. ചോദ്യം 1. വെള്ളിലവള്ളിയുടെ മനോഹാരിത എങ്ങനെയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം: കമ്മൽ പോലുള്ള ഇലകൾ, അതിനടുത്ത് വെളുത്ത പട്ടുപോലുള്ള ഇലകൾ, ഇവയെല്ലാം ചാർത്തി തുള്ളി രസിച്ചു മനോഹരിയായ ഒരു പെൺകുട്ടിയെ പോലെ നിൽക്കുകയാണ് വെള്ളിലവള്ളി എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 2. സുന്ദരിയായ പൂമ്പാറ്റയെ വർണ്ണിക്കാൻ കവി ഉപയോഗിച്ച വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? എഴുതൂ. ഉത്തരം: സുന്ദരിയാം ചെറു പൂമ്പാറ്റ, ചേതോഹരമായി വായുവിൽ നീന്തിയിടുന്ന ദേവത, മഴവില്ലിൻ മകൾ. ചോദ്യം 3. മറ്റു ചെടികൾക്ക് വെള്ളിലവള്ളിയോട് അസൂയ തോന്നിയത് എന്തെല്ലാം കാരണങ്ങളാലാവാം? ഉത്തരം: വെള്ളിലവള്ളി അതിസുന്ദരിയായിരുന്നു. പൂന്തോട്ടത്തിലെ മറ്റു ചെടികളേക്കാൾ ഏവരും ശ്രദ്ധിച്ചിരുന്നത് വെള്ളിലവള്ളിയെ ആയിരുന്നു. പൂന്തോട്ടത്തിലേക്ക് മഴവില്ലിൻ്റെ മകളെപ്പോലെ, വായുവിൽ നീന്തി വന്ന ദേവതയെപ്പോലെ പറന്നു വന്ന ഒരു പൂമ്പാറ്റയെ മറ്റു പൂക്കളെല്ലാം മാടി വിളിച്ചെങ്കിലും പൂമ്പാറ്റ ചെന്നിരുന്നത് വെള്ളിലവള്ളിയിൽ ആയിരുന്നു. ഇക്കാരണങ്ങളാൽ കൊണ്ടാണ് തോട്ടത്തിലെ മറ്റു ചെടികൾക്ക് വെള്ളിലയോട് അസൂയ തോന്നിയത്. ചോദ്യം 4. പുണ്യത്താൽ ഇതു കൈവന്നു എന്ന് വെള്ളിലവള്ളി കരുതാൻ കാരണമെന്തായിരിക്കും? ഉത്തരം: പൂമ്പാറ്റയെ കാണാൻ അതിമനോഹരിയായി തോന്നിയിരുന്നു. മണ്ണിലേക്ക് വായുവിലൂടെ നീന്തി വന്ന ഒരു ദേവതയായും ഏഴഴകുള്ള മഴവില്ലിൻ്റെ മകളായും ചെടികൾക്ക് ആ പൂമ്പാറ്റയെ തോന്നി. തോട്ടത്തിലെ എല്ലാ ചെടികളും കൈകൾ വീശി പൂമ്പാറ്റയെ വിളിച്ചെങ്കിലും പൂമ്പാറ്റ ചെന്നിരുന്നത് വെള്ളിലയിലായിരുന്നു. അതുകൊണ്ടാണ് അതൊരു പുണ്യമായി വെള്ളിലവള്ളിക്ക് തോന്നിയത്. അടുത്ത ചോദ്യം നോക്കൂ. കവിതയ്ക്ക് ഈണം നൽകി ചൊല്ലി അവതരിപ്പിക്കൂ. ഇത് നിങ്ങൾ ഓരോരുത്തരും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അല്ലെങ്കിൽ സ്വന്തമായോ ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. വെള്ളിലവള്ളി എന്നാൽ വെള്ളിലകളുടെ വള്ളി എന്നാണല്ലോ അർത്ഥം. അതുപോലെ താഴെ തന്നിട്ടുള്ള പദങ്ങൾ മാറ്റിയെഴുതുക. പച്ചിലകൾ, പച്ച നിറത്തിലുള്ള ഇലകൾ. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. പൂമ്പൊടി, പൂവിലെ പൊടി. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ.
വെള്ളപ്പട്ടിലകൾ, വെളുത്ത പട്ട് പോലുള്ള ഇലകൾ. പൂച്ചെടി, പൂത്തുനിൽക്കുന്ന ചെടി. ചെറുപൂമ്പാറ്റ, ചെറിയ പൂമ്പാറ്റ. മരതകവർണ്ണ പച്ചില, മരതകത്തിൻ്റെ നിറം പോലുള്ള പച്ചില. അടുത്ത ചോദ്യം നോക്കൂ. അഭിനയിക്കാം. പൂന്തോട്ടത്തിലെ പൂവുകളും ഇലകളും നിങ്ങളാണെന്ന് കരുതൂ. അവിടെ നടക്കുന്ന സംഭവങ്ങൾ അഭിനയിക്കൂ. ഇത് നിങ്ങൾ ഈ കവിതയിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളായിട്ട് ക്ലാസ്സിൽ അഭിനയിച്ച് നോക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. പ്രയോഗങ്ങൾ കണ്ടെത്താം. മഴവില്ലിൻ മകൾ എന്നോണം, മഴവില്ലിൻ്റെ മകളെപ്പോലെ. ദേവത എന്നോണം, ദേവതയെപ്പോലെ. ഇത്തരം കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തൂ. നോക്കാം. നിർമ്മല വെള്ള പട്ടിലകൾ, നിർമ്മലമായ വെള്ള പട്ടുപോലുള്ള ഇലകൾ. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. മരതകവർണ്ണ പച്ചില, മരതകത്തിൻ്റെ വർണ്ണമുള്ള പച്ചില. കമ്മലിനൊക്കും പൂവുകൾ, കാണാൻ കമ്മലിനെ പോലെയുള്ള പൂവുകൾ. അടുത്ത ചോദ്യം നോക്കൂ. മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറുമുട്ടകളിട്ടു പൂമ്പാറ്റ. ആയിലകൾക്കടിഭാഗം മുട്ടകളായിരമായിരമായപ്പോൾ ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കെന്നവൾ പോയി മറവായി. ഏറെക്കാലം കഴിഞ്ഞു പൂമ്പാറ്റ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തായിരിക്കും? എഴുതി നോക്കൂ. ഉത്തരം: മുത്തുകൾ പോലെ ആയിരക്കണക്കിന് മുട്ടകൾ വെള്ളിലകൾക്കിടയിൽ ഒളിപ്പിച്ചു പോയ പൂമ്പാറ്റ ഏറെക്കാലത്തിനു ശേഷം തിരിച്ചു വരുന്നു. വെള്ളിലവള്ളി പൂമ്പാറ്റയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. വെള്ളിലയുടെ പഴയ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ച പൂമ്പാറ്റ കാണുന്നു. കാരണം തിരക്കിയപ്പോൾ അന്ന് പൂമ്പാറ്റയിട്ട മുട്ടകൾ വിരിഞ്ഞിറങ്ങിയ നൂറുകണക്കിന് പുഴുക്കൾ തിന്നു തീർത്തതാണ് എൻ്റെ ഇലകൾ എന്ന കാര്യം വെള്ളില പൂമ്പാറ്റയോട് പറയുന്നു. ഇതു കേട്ട് പൂമ്പാറ്റ ആകെ വിഷമിക്കുന്നു. അത് കുഴപ്പമില്ലെന്നും താൻ വൈകാതെ തന്നെ പഴയതുപോലെ സുന്ദരിയാവുമെന്നും വെള്ളില പൂമ്പാറ്റയോട് പറഞ്ഞ് സമാധാനം കൊള്ളുന്നു. വെള്ളിലവള്ളിക്ക് ചുറ്റും പാറിക്കളിക്കുന്ന സുന്ദരികളായ തൻ്റെ മക്കളെ കണ്ട് പൂമ്പാറ്റയ്ക്ക് ഏറെ സന്തോഷമാവുന്നു. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം നോക്കൂ. സംഭാഷണം എഴുതാം. വെള്ളിലവള്ളിയിൽ പൂമ്പാറ്റ വന്നിരുന്നപ്പോൾ രണ്ടുപേർക്കും വളരെയധികം സന്തോഷം തോന്നി. അവർ തമ്മിൽ അപ്പോൾ നടന്നിരിക്കാനിടയുള്ള സംഭാഷണം എന്തായിരിക്കും? ഊഹിച്ചെഴുതി നോക്കൂ. പൂമ്പാറ്റ: സ്നേഹമുള്ള വെള്ളിലയെ, നിന്റെ മൃദുലമായ ഇലകളിൽ ഞാനൊന്നിരുന്നോട്ടെ. വെള്ളിലവള്ളി: നിനക്ക് സ്വാഗതം. നിന്റെ ആതിഥേയത്തിൽ ഞാൻ ഏറെ പുണ്യം ചെയ്തവളായിരിക്കുന്നു. പൂമ്പാറ്റ: അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വെള്ളിലവള്ളി: നിന്നെ കാണാൻ ഒരു ദേവതയെപ്പോലെയുണ്ട്. ഏഴഴകുള്ള മഴവില്ലിൻ്റെ മകളെപ്പോലെ നീ ഏറെ സുന്ദരിയാണ്. മാത്രമല്ല, തോട്ടത്തിലെ എല്ലാ ചെടികളും മാടി വിളിച്ചിട്ടും നീ എൻ്റെ ചില്ലകളിലേക്കല്ലേ വന്നത്? പൂമ്പാറ്റ: ഈ തോട്ടത്തിലെ ഏറ്റവും മനോഹരി നീയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ ഏറെ നാളായി മുട്ടയിടാനായി ഇലകൾ തേടുന്നു. നിന്റെ ഇലകളിൽ ഞാൻ മുട്ടകൾ ഇട്ടോട്ടെ. വെള്ളിലവള്ളി: തീർച്ചയായും, അതും എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പൂമ്പാറ്റ: വളരെ നന്ദി. നിന്റെ മുഖം പോലെ തന്നെ നിന്റെ മനസ്സും ഏറെ സൗന്ദര്യമുള്ളതാണ്. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം നോക്കൂ. വെള്ളിലവള്ളി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം: പ്രശസ്ത കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അതിമനോഹരമായ ഒരു കവിതയാണ് വെള്ളിലവള്ളി. ഒരു സുന്ദരിയായ വെള്ളിലയെക്കുറിച്ചുള്ളതാണ് ഈ കവിത. കമ്മൽ പോലെയുള്ള പൂവുകൾക്കടുത്ത് വെളുത്ത പട്ടുപോലുള്ള ഇലകൾ, ചില്ലകൾ തോറും നിറയെ പച്ചിലകൾ. ഇതെല്ലാം കൊണ്ട് ആടി രസിച്ചിരിക്കുന്ന വെള്ളിലവള്ളിയെ കാണുമ്പോൾ പൂച്ചെടികൾക്ക് അസൂയ തോന്നുന്നു. ആ പൂന്തോട്ടത്തിലേക്ക് ഒരിക്കൽ സുന്ദരിയായൊരു പൂമ്പാറ്റ വരുന്നു. വായുവിലൂടെ നീന്തി വരുന്ന ഒരു ദേവതയെപ്പോലെ, ഭൂമിയിലേക്ക് വിരുന്നു വരുന്ന മഴവില്ലിൻ്റെ മകളെപ്പോലെ പതുക്കെ പറന്നു വരുന്ന പൂമ്പാറ്റയെ കാണുമ്പോൾ പൂന്തോട്ടത്തിലെ മറ്റു ചെടികൾ മാടി വിളിക്കുന്നു. എന്നാൽ മറ്റു ചെടികളെയൊന്നും ശ്രദ്ധിക്കാതെ പൂമ്പാറ്റ വെള്ളിലവള്ളിയിൽ ചെന്നിരിക്കുന്നു. പൂമ്പാറ്റയുടെ സാമീപ്യത്താൽ വെള്ളിലവള്ളി പുളകം കൊണ്ടു. പൂമ്പാറ്റ തന്നിൽ വന്നിരുന്നത് ഒരു പുണ്യമായി വെള്ളിലവള്ളിക്ക് തോന്നി. പൂമ്പാറ്റയെ എത്ര ചുംബിച്ചിട്ടും തേനൂട്ടിയിട്ടും വെള്ളിലവള്ളിക്ക് മതി വന്നില്ല. വെള്ളിലവള്ളിയുടെ മരതക നിറമാർന്ന ഇലകൾക്കിടയിലൂടെ പൂമ്പാറ്റ പരതി നടന്നു. ആ ഇലകൾക്കിടയിൽ ആയിരക്കണക്കിന് മുത്തുകണക്കിയുള്ള മുട്ടുകളിട്ട് പൂമ്പാറ്റ വെള്ളിലവള്ളിയോട് യാത്ര പറഞ്ഞു. ഇതാണ് കവിതയുടെ ആശയം. ഈണം കൊണ്ടും താളം കൊണ്ടും ഈ കവിത ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഒട്ടേറെ മനോഹരമായ വരികളും പ്രയോഗങ്ങളും ഈ കവിതയിൽ വൈലോപ്പിള്ളി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങളാണ് വെള്ളിലവള്ളി എന്ന പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്